സൗദി അറേബ്യയിലുള്ള പ്രവാസികളായ നിങ്ങൾ എസ് ടി സി ബാങ്ക് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ, തട്ടി മാറ്റി പോകണ്ട, നിങ്ങൾക്ക് ഉപകാരപ്പെടും. വിനോദ് ഗത്തൽ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദി അറേബ്യയിലുള്ളവരെ എസ് ടി സി ബാങ്ക് ഇതിനെക്കുറിച്ച് അറിയുന്നവരാണ്. കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. ഈ എസ് ടി സി ബാങ്കിനെ കുറിച്ചുള്ള ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സൗദി അറേബ്യയിൽ വർഷങ്ങളായിട്ട് ഞാൻ എസ് പേ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിൽ അക്കൗണ്ടിൽ എൻ്റെ പൈസ ബാലൻസ് ഉണ്ടാവാറുണ്ട്. ഈയിടെ ഒരു എമർജൻസി ലീവിന് വേണ്ടി നാട്ടിൽ പോയപ്പോൾ അച്ഛന് സുഖമില്ലാതെ, അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പിന്നെ അച്ഛൻ മരണപ്പെട്ടു. അങ്ങനെ 2 മാസം ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് നാട്ടിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി എസ് പേ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടി. ഒരു എറർ മെസ്സേജ് ആയിരുന്നു. നിങ്ങളുടെ ID അപ്ഡേഷൻ ചെയ്യാൻ പറഞ്ഞൊരു മെസ്സേജ് എനിക്ക് വന്നു. അങ്ങനെ എൻ്റെ ID ഉപയോഗിച്ച് ഞാൻ അപ്ഷീർ വഴി അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടി. യുവർ അക്കൗണ്ട് ഈസ് ഫ്രോസൺ എന്ന് പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ് എനിക്ക് വന്നത്. എസ് ബാങ്ക് എന്ന അല്ലെങ്കിൽ എസ് പേ എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് ഇവരെ കസ്റ്റമർ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി നമുക്ക് ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ഇവരെ ലാൻഡ് ഫോണിലേക്ക് കോൾ ചെയ്ത് നമുക്ക് അവിടെ സംസാരിക്കുകയോ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്ത് നോക്കി. അങ്ങനെ അവരായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ അവരുടെ നിന്ന് കിട്ടിയ റിപ്ലൈ ഇതായിരുന്നു: നിങ്ങൾ മാസങ്ങളോളായിട്ട് ഈ എസ് പേയിലുള്ള അല്ലെങ്കിൽ എസ് ബാങ്കിലുള്ള അക്കൗണ്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി അക്കൗണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ നിങ്ങൾ എത്രയായിരുന്നു എമൗണ്ട് ഉണ്ടായിരുന്നത്, ആ എമൗണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ നിങ്ങൾ ചെയ്യണമെന്നാണ്. ആ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വിവരങ്ങൾ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള ടീമിന് ഞങ്ങൾ കൈമാറും. അതിനുശേഷം നിങ്ങൾ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ എസ് പേയിലോ അല്ലെങ്കിൽ എസ് ബാങ്ക് എന്ന ആപ്ലിക്കേഷനിൽ തന്നെ നമുക്കൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് ടോക്കൺ നമ്പർ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ടോക്കൺ നമ്പർ നമ്മൾ എടുക്കണം. നമുക്കൊരു ടോക്കൺ നമ്പർ നമ്മളെ ഇമെയിൽ ID വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ടാണോ ഈ എസ് ബാങ്ക് അല്ലെങ്കിൽ എസ് പേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിലേക്കൊരു മെസ്സേജ് നമുക്ക് വരും. ഒരു ടോക്കൺ നമ്പർ ഉണ്ട്. ആ മെസ്സേജ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിന് ടോക്കൺ നമ്പർ നമ്മൾ അല്ലെങ്കിൽ എഴുതി വെക്കുക, എന്തെങ്കിലും ചെയ്യുക, മറന്നു പോകരുത്. നമ്മൾ ചാറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ നമ്മുടെ അടുത്തൊരു കാര്യം ചെയ്യും. നിങ്ങൾ ഇവിടെ ലോക്കലായിട്ട് ഉപയോഗിക്കുന്ന ബാങ്കിന്റെ IBAN ലെറ്റർ മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് നമ്പറുള്ള ഒരു ലെറ്റർ നമുക്ക് ഏത് ബാങ്കിനെ വെച്ചാൽ ആ ബാങ്കിൽ നിന്ന് നമുക്ക് ഒരു IBAN ലെറ്റർ കിട്ടും, ഒരു സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റും പിന്നെ നമ്മുടെ ഇക്കാമ നമ്പറും അതിൻ്റെ അടിയിൽ ഐ വാണ്ട് ടു ക്ലോസ് ദിസ് അക്കൗണ്ട് ആൻഡ് ട്രാൻസ്ഫർ മൈ ഫുൾ എമൗണ്ട് ടു മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുക്കണം. അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക്, അതായത് നമ്മൾ കൊടുക്കുന്ന IBAN അക്കൗണ്ടിലേക്ക് 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ ഇതിൽ എമൗണ്ട്, അതായത് ബാലൻസ് ഉള്ള എസ് പേയില് അല്ലെങ്കിൽ എസ് ബാങ്കിലെ ബാലൻസ് ഉള്ള എമൗണ്ട് ഇതിലേക്ക് അവർ അയച്ചു തരുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ സൗദി അറേബ്യയിൽ പ്രവാസികളായ ഒരുപാട് ആളുകൾ ഇപ്പോൾ D360 ബർക്ക്, ടിക്മോ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ വന്നതോടുകൂടി എസ് ബാങ്ക് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മറ്റുള്ള രാജ്യക്കാർ, ഇന്ത്യൻസ് ഒഴികെ മറ്റുള്ള ഫിലിപ്പീൻസോ മറ്റുള്ള രാജ്യക്കാർ എസ് പേ ഒരുപാട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എസ് ബാങ്കും എസ് പേയും ഉപയോഗിക്കുന്ന ആളുകളോട് ഒരിക്കലും ഒരു ഹ്യൂജ് എമൗണ്ട് ഒന്നും നമ്മൾ ഇതിൽ ബാലൻസ് ആയിട്ട് വെക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ പൈസ പോകുന്ന ഒരിക്കലും പേടിക്കൊന്നും വേണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെയുള്ള പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ, ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മളെ ക്രെഡിറ്റ് അല്ല എമൗണ്ട് എത്രയാണോ ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മളെ ഇതിലേക്ക് അക്കൗണ്ടിലേക്ക് അയച്ചു തരാൻ വരും. നിങ്ങളുടെ പണം ഒരിക്കലും അല്ലെങ്കിൽ റിയാൽ ഒരിക്കലും നഷ്ടമാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് എൻ്റെ ഒരു അനുഭവങ്ങളാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കാരണം ഒരുപാട് പ്രവാസികളും 3 മാസം 4 മാസം 5 മാസമൊക്കെ ലീവിന് പോകുന്ന ആൾക്കാർ. ഞാൻ സാധാരണ 15 ദിവസം 1 മാസത്തെ ലീവിനൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. എനിക്ക് 2 മാസം ഈ അച്ഛനെ സുഖമില്ലാതായിട്ടും പിന്നെ അച്ഛൻ ഹോസ്പിറ്റലായിട്ടും അവിടെ കുറച്ച് ദിവസങ്ങൾ നിൽക്കേണ്ടത്, പിന്നെ അച്ഛൻ്റെ മരണശേഷം കുറച്ച് ക്രിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചടങ്ങുകളൊക്കെ. നമ്മളെ ഹിന്ദു ആചാരപ്രകാരം കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിനൊക്കെ വേണ്ടി കുറച്ച് ദിവസങ്ങൾ കൂടുതൽ എനിക്ക് നാട്ടിൽ നിൽക്കേണ്ടി വന്നു.
അപ്പോൾ എസ് ടി സി പേ ഉപയോഗിക്കുകയും ചെയ്തില്ല, അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തില്ല. ഇനി അഥവാ നിങ്ങൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഈ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുക, പ്ലേ സ്റ്റോറിൽ കയറി അപ്ഡേഷൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് വഴി ഇത് ഷെയർ ചെയ്യുക, പല ആളുകൾക്കും ഉപകാരപ്പെടും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ നിങ്ങളെ പൈസ പോകുന്നുള്ള ടെൻഷനും വേണ്ട. പൈസ എപ്പോഴും നമുക്ക് തിരിച്ചു കിട്ടും. അത് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ഇൻഫർമേഷൻസ് വീഡിയോ വരും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തെ.